നീ ഇനി കൂടുതലൊന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. മനസ്സിലായോ? ഇത്ര പെട്ടെന്നോ? അതെങ്ങനെ കേട്ടു ഋതിക മാഡം? വർമ്മ സാറിന് മനസ്സിലായത്. ഋതിക മാഡം ഓർന്നില്ലേ എല്ലാം മനസ്സിലാകുമ്പോ വർമ്മ സാറ് ദേഷ്യപ്പെടുമെന്ന്? ഞാനും അങ്ങനെ ഓർത്തെ. കണ്ടോ നമ്മുടെ വർമ്മ സാറേ തനി തങ്കം. വർമ്മ സാറിന് എല്ലാം മനസ്സിലായി. പക്ഷേ എന്റെ മനസ്സിലുള്ളത് മുഴുവൻ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണം. എല്ലാവരോടും തുറന്ന് പറയണം. രാജു, നീ എന്ത് കൂത്തേ കാണിക്കുന്നേ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. വർമ്മ സാറേ, വർമ്മ സാറേ, നീ പറയുന്നൊക്കെ ഞാൻ കേൾക്കാം. ആദ്യം നീ ഒന്ന് ഊതിക്കേ. ഊതാനോ? അതെ, എന്റെ മുഖത്തേക്കൊന്ന് ഊതാൻ. എന്തിന്? നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി ആഘോഷമായി നിങ്ങളുടെ റിസപ്ഷൻ ഞാൻ നടത്താമെന്ന് വിചാരിച്ചപ്പോ കള്ളു കുടിച്ച് കയറി വന്ന് തെമ്മാടിത്തരം കാണിക്കുന്നു. ഋതിക മാഡം, എന്നെ ഒന്ന് വിശ്വസിക്കണം. ഞാൻ വേഗം ചെയ്ത് കുടിച്ച് റെഡി ആവ് രാജു. നമുക്ക് വീട്ടിലേക്ക് പോവാം. രാജുവിന്റെ കൂർക്കം വലി കാരണം ഞാൻ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കൂർക്കം വലി പോരാത്തതിന് പിച്ചും പേയും പറഞ്ഞത് വേറെ. സത്യമായിട്ട് ഞാൻ കുടിച്ചില്ല മാഡം. ഇത് കുളിക്കാൻ നോക്ക് രാജു. അല്ല, ടവല് വേണമെങ്കിൽ പോയെടുത്തോ. ദൈവമേ, എനിക്ക് എന്താ ഇന്നലെ സംഭവിച്ചത്? അല്ല, ഞാനെപ്പോഴും മദ്യപിച്ചത്? വർമ്മ സാറിനോട് എല്ലാം തുറന്നു പറയാൻ കിട്ടിയൊരു അവസരമായിരുന്നു. അതും പറ്റിയില്ലല്ലോ. എന്നാലും അവൻ എങ്ങനെയാടാ ഒരൊറ്റ ഗ്ലാസ്സിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയെന്നാ ഞാൻ ആലോചിക്കുന്നേ. അതാ എനിക്ക് മനസ്സിലാവാത്ത. സാധാരണ ഒരു ഗ്ലാസ് അകത്ത് തന്ന പരാക്രമം കാണിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ നായ്ക്കുട്ടി ഉറങ്ങുന്നത് പോലെ ഒരു ഒറ്റ ഉറക്കം. എണീറ്റ് കാണോടാ അവൻ. ആ തല പൊങ്ങാനുള്ള സമയമായെന്നാ തോന്നുന്നത്. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു മോനെ. നിന്റെ ബുദ്ധി ഏറ്റു. റിസപ്ഷനും മുടങ്ങി അവൻ ശരിക്കും നാണം കെടുകയും ചെയ്തു. അവൻ നാണം കെടാൻ പോകുന്നതേ ഉള്ളൂ അമ്മേ. ഈ നടന്ന കാര്യം പറഞ്ഞു തന്നെ അവനെ എനിക്ക് ഇനിയും ഇറിറ്റേറ്റ് ചെയ്യണം അമ്മേ. എന്തിനാടാ വെറുതെ ചത്ത പാമ്പിനെ വീണ്ടും വീണ്ടും തല്ലുന്നേ? അമ്മയല്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളേ, വീണ് കിടക്കുന്നിടത്തുനിന്ന് എണീക്കാതെ അവന്റെ പത്തി നോക്കി തന്നെ അടിച്ചോണ്ടിരിക്കണമെന്ന്. അവൻ ഈ ഉണ്ടായ അപമാനൊന്നും പോരമ്മേ. ഇപ്പൊ റിസപ്ഷൻ മുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവനെ അമ്മാവൻ ഈ വീട്ടിൽ നിന്ന് കോളറെ പിടിച്ച് തൂക്കി വെളിയിലേക്ക് എറിയുന്ന ദിവസം ഉടനെ ഉണ്ടാവും. അമ്മ കണ്ടോ? ഇപ്പോഴാ മോനെ നിന്നിൽ എനിക്ക് ഒരു പ്രതീക്ഷ തോന്നുന്നത്. എനിക്കറിയാം ഒരു ദിവസം ഈ അമ്മ നിന്നെ ഓർത്ത് അഭിമാനിക്കും. നീ പ്രതാപനെക്കാളും ഉയരങ്ങളിലെത്തും. വീടിന്റെ ഉടമസ്ഥയുടെ ചേട്ടനോട് വാടകക്കാരിങ്ങനെ സംസാരിക്കുന്നത് എഗ്രിമെന്റിലുണ്ടായിരുന്ന? ഇല്ല. ഇങ്ങോട്ട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിലെ അങ്ങോട്ട് സംസാരിക്കും. അത് സേതുവല്ല അതില് വലിയ പുള്ളിയായാലും വേണുവിന് അങ്ങനെ സംസാരിച്ച ശീലം. ആ ശീലങ്ങളൊന്നും സേതുവിനോട് ഇറക്കണ്ട. ഞാനേ ആളിത്തിരി പെശക. അത് നിന്റെ നാട്ടിൽ ചെലവാക്കിയാ മതി. ഇവിടെ ഇറക്കാൻ നോക്കിയാ നീ വിവരം അറിയും. എന്താ നിനക്ക് സംശയമുണ്ടോ? എങ്കിലും അതൊന്ന് കാണണമല്ലോ. സേതു, എഗ്രിമെന്റ് തീരാൻ ഇനിയും ദിവസങ്ങളില്ലേ? നിങ്ങൾക്ക് തരാനുള്ള കാശ് ഞങ്ങൾ തിരിച്ചു തരാന്നും പറഞ്ഞതല്ലേ? പറഞ്ഞ ദിവസം ഞങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഇടപാടുകളെല്ലാം തീർത്തോളാം. ദേവി, ഇത് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്നില്ലെങ്കിലും
വേണിച്ചേട്ടന്റെ പ്രായത്തിനെങ്കിലും ഒരു ബഹുമാനം കൊടുത്ത് സംസാരിച്ചൂടെ? എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ ഞങ്ങള്. പിരിയുമ്പോഴും സന്തോഷത്തോടെ പിരിയുന്നതല്ലേ നല്ലത്. ഓ പിന്നെ നിങ്ങളോട് സന്ധി ചേർന്നുള്ള ഒരു സന്തോഷവും ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ? പറഞ്ഞ ദിവസം കൃത്യം കാശ് മുഴുവൻ തന്ന് പെട്ടിയും കിടക്കെ എടുത്തോണ്ടേ ഇവിടെ നിറയിക്കോണം. ഇറങ്ങിക്കൊള്ളാം. നാട്ടുകാരിയാക്കി വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ ചെയ്തു. ഞങ്ങളെ നാണം കെടുത്താതെ ഇപ്പൊ ഇവിടുന്ന് പോവും ചെയ്തു. നാണക്കേട് ആർക്ക്? നിങ്ങൾക്കോ? നിങ്ങൾക്ക് ഇതിന് നാണോ മാനോ ഒക്കെ ഉണ്ടോ? വേണിച്ചേട്ടാ, സന്ന വേണുവേട്ടനൊന്നും പറയണ്ട. ഞാനല്ലേ സേതുവിനോട് സംസാരിക്കുന്നത്. വേണുവേട്ടൻ മിണ്ടാ നിക്ക്. സേതു, ഈ മനുഷ്യൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നേ ഉള്ളൂ. ഈ പാവത്തിന്റെ മനസ്സ് നിറയെ വിഷമമാണ്. സങ്കടം കൊണ്ട് ഇദ്ദേഹം ഓരോന്ന് പറഞ്ഞു പോകുന്നതാ. എഗ്രിമെന്റ് തീരുന്ന ഡേറ്റിന് തരാനുള്ളതെല്ലാം തന്ന് ഇടപാട് ഞങ്ങൾ തീർത്തില്ലെങ്കിൽ സേതുവിന് എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്യാം. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ അപമാനിക്കുകയോ ഇറക്കി വിടുകയോ എന്താന്ന് വെച്ചാ. ഇപ്പൊ ഇവിടുന്ന് പോണം. ഇതൊരപേക്ഷയാണ്. ഓ അങ്ങനെ ഞാൻ നിങ്ങളെ ഇറക്കി വിടുന്നവരെ കാത്തിരിക്കാനല്ലേ? എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത് ഈ പറഞ്ഞ പ്രായമുള്ള ആളല്ലേ? വയസ്സാം കാലത്ത് ഈ കിളവനെ വെറുതെ ജയിലിൽ കിടത്തണ്ടെങ്കിൽ എന്റെ പെങ്ങക്ക് കൊടുക്കേണ്ട കാശ് ഉണ്ടാക്കി വച്ചോണം. മനസ്സിലായോ? മനസ്സിലായി.